വക്കത്ത് ചൊരിഞ്ഞ് ദീർഘകാലം ഹലോ അസ്സലാമലൈക്കും. ഞാനിണ്ട് മഞ്ചനാടി ഉറുസുക്ക് പോയോണ്ടില്ലേ. അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗ് ആക്കിയിട്ട് നിങ്ങളൊട്ടിಗೆ ഷെയർ ആക്കിയോണ്ടില്ലേ. ഉറുസുക്ക് ആർക്കെല്ലാം പോകാറില്ലേ അങ്ങക്ക് ഈ മഞ്ചനാടി ഉറുസ് എങ്ങനെ ഇക്കടെ ചെന്ന് നോക്കണുണ്ടായെങ്കിൽ അങ്ങക്ക് ഈ വീഡിയോ നോക്കിയിട്ട് ഉറുസ് എങ്ങനെ ചെന്ന് നോക്കാല്ലേ ചെന്ന് ഞാൻ ചെറിയൊരു വ്ളോഗ് ആക്കിയിട്ട് ഷെയർ ആക്കിയോണ്ടില്ലേ. പിന്നെ ಸಂತೆಯಲ್ಲಿ ಎಂದ್ರೆಲ್ಲ ಸ್ಟಾಲ್ ಉಂಟು. പിന്നെ ഈ ഉറുസുകൊണ്ടല്ലേ നല്ലൊരു ദഫ് പ്രോഗ്രാമും പിന്നെ ഉണ്ട് 100 അജ്മീറും ബറോഗിന്ത് സാറ്റർഡേ അതെല്ലാം ನನ್ನ എത്ര വീഡിയോ ആക്കി നിങ്ങളൊಟ್ಟಿಗೆ ഷെയർ ആക്കോಡು അത്ര വീഡിയോ ആക്കിയിട്ട് ഷെയർ ആക്കಡೆ. ഇന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാണ്ട് ഫസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളാരാ പ്ലീസ് ഇപ്പമേ പോയിട്ട് സബ്സ്ക്രൈബ് ആക്കോರು. ಅದರ ಮುಟ್ಟದಲ್ಲೇ ಬೆಲ್ ಬಟನ್ ಕ್ಲಿಕ್ ಹಾಕಿಂಗೆ ನಾನು എൻ്റെ ചാനൽ ഇതേമേ ಬೇರೆ ಬೇರೆ ರೆಸಿಪಿ ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോ വ്ളോഗ് ഇതെല്ലാം അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോത്തെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ಬಂದು ದರ್ಗಾ ಫುಲ್ ಲೈಟಿಂಗ್ಸ್ ಎಲ್ಲ ಇಟ್ಟಿಟ್ಟು ನೋಕೋಗಿ ಎತ್ತರ ನೋಡಿ ಚಂದ ಕಾಂಡು. ಇനി ಮಂಜನಾಡಿ ಉರುಸರು ಜಲ್ಸಿ ಹೆಂಗೆ ನೋಡಿ ಚಂದ ನೋಡ್ಕೊಂಡೆ എൻ്റെ വീഡിയോ സ്കിപ്പ് ആക്കാൻ ലാസ്റ്റ് തോറും നോക്കിയോണ്ട് വരും. ചരിത്രപ്രസിദ്ധമായ മഞ്ചാടി മഖാം ഉറസിനോടനുബന്ധിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദി ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ഉസ്താദ് മുഹീദ്ദീൻ ഫൈസി നയിക്കുന്ന 100 അജ്മീർ ആത്മീയ സംഗമം ശേഖര സൂഫിയുടെ വൻപട ഉസ്താദ് ആത്മീയ ഖുർആൻ മജ്ലിസിലേക്ക് നേതൃത്വം അലങ്കരിക്കാനിരിക്കുന്ന ആത്മീയ സംഗമം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിലേക്ക് നടക്കുന്നു. Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Ya
കോർത്ത് ഞാൻ ഇന്ന് പാടാം മധുകൾ ഇരയോ ഹബീബരെ കോർത്ത് ഞാൻ ഇന്ന് പാടാം ഉദലുകൾ കയ്യിൻ ബഹുതിരുരായ കയ്യിൻ ഗുണമണിതായ വിധി നൽകണേ ഗുണ നൽകണേ കൈവമ്പിൽ നീക്കിയാൽ സവിധം ചെന്നിടാ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് പരതമ്പിൽ ചേലകൾ ഒരു തിങ്കൾ പുഞ്ചിരി അമ്പിയ താജൊളിവായി ഒന്നിച്ച തിങ്കൾ രാവിലെ അഖില ജഗത്തിൽ വന്നായി ആമിന ബീവി കാറ്റലേ ഓനെ വലകുകളും കേറത്തെ ശുക്രാൻ കാലിലേ ബലിവിൻ പമുത്തിരു രാജാ ഐരൻ ഗുണമണി താജാ വിധി നൽകണേ ഗുണ നൽകണേ കൈമുമ്പിൽ നീട്ടിയാൽ സവിധം ചെല്ലിടാ സ്നേഹത്തലവരുരത്തെ വീര പുലികള സ്നേഹത്തലവരുരത്തെ വീര പുലികള മുമകളുടെ കൊണ്ട് മുഹമ്മദ് കവർച്ച ചെയ്യുവാൻ വരുന്നു അരുപ്പത്തി അപസുഖിയാൻ അല്ലമാം ഉടമം അവനെ തന്നെ പരമം മുക്കനായ തുപ്പിനെ ഇരിത്തെ സൈവസരവരുനിക്ക് നീരാപ്പുലികള മുമരിക്കൊണ്ട് ഇരമര ഇരജ ഇരജി അമാ ഇരമാൽ നമക്കൊണ്ട് വമുതി അമാ നവരി മദിനക്ക് തുറന്ന് ചുറ്റി കണിനി കാമക്കൊള്ളം ആമിനത്തി അല്ലമാം ഉടമം അവനെ തന്നെ പരമം മുക്കനായ തുപ്പിനെ
Thank you.
ഹലോ പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരും, നിങ്ങൾക്ക് സജ്ജമാക്കിയ സ്ഥലത്ത് വന്നിരിക്കുക. നൂറ് ജുമർ മജ്ലിസ് കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന എല്ലാവരും സദസ്സിൽ വന്ന് ഇരിക്കുക. ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട വലീദ്ദീൻ ഫൈസി ഉസ്താദിനെ, വാനമണ്ഡ ഉസ്താദ്, അതുപോലെ ഇവിടുത്തെ എത്തിയ ഗസ്റ്റുകളൊക്കെ സ്വാഗതം ചെയ്യുന്നു. മഞ്ഞനാടി ജുമാ മസ്ജിദ് ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് പരുത്തിപ്പാടി, വേദിയിലുള്ള പണ്ഡിത സദാത്യങ്ങൾക്ക് സ്വാഗതമരുളുവാൻ മഞ്ചനാടി ജുമാ മസ്ജിദ് ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് പരുത്തിപ്പാടി ആദരപൂർവ്വം സ്വാഗത പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സർവശക്തനോ ലോകഹിലായിವಾದ ಅಲ್ಲಾಹನ ದಯೆಯಿಂದಲೂ ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತನ್ನವರ ಬರಕತ್ತಿನಿಂದಲೂ ನಮ್ಮ ಭಾರತ ದೇಶ ಕಂಡ ಕೆಲವೇ ದರ್ಗಾಗಳಲ್ಲಿ ಹಜರತ್ ಸೈಯದ್ ಇಸ್ಮಾಯಿಲ್ ವಲಿಯುಲ್ಲಾ ಬುಖಾರಿ ತಂಗಳರವರ ದರ್ಗಾ ಶರೀಫ್ ಒಂದಾಗಿದೆ. ಇಡೀ ವಿಶ್ವದಲ್ಲಿ ನಮ್ಮ ಮಂಜನಾಡಿ ಎಂಬ ಈ ಹೆಸರು ಬಹಳ ಹೆಸರುವಾಸಿಯಾಗಲು ಹಜರತ್ ಸೈಯದ್ ವಲಿ ಬುಖಾರಿ ತಂಗಳರವರ ಈ ದರ್ಗಾ ಶರೀಫ್ ಪ್ರಮುಖ ಕಾರಣ. ಈ ಎಲ್ಲ ಸಂಪೂರ್ಣ ಖ್ಯಾತಿಯು ಬಹುಮಾನ್ಯರಾದ ಹಜರತ್ ಸೈಯದ್ ಇಸ್ಮಾಯಿಲ್ ವಲಿಯುಲ್ಲಾ ಬುಖಾರಿ ತಂಗಳರವರಿಗೆ ಸಲ್ಲುತ್ತದೆ. ನಮ್ಮ ಈ ಜಮಾತು ಇಷ್ಟೊಂದು ಸುದೃಢವಾಗಿ ಬೆಳೆದು ನಿಲ್ಬೇಕಿದ್ರೆ ಅದಕ್ಕೆ ಬಹಳ ಕಾರಣಗಳಿವೆ. ಈ ಕಾರಣಗಳನ್ನ ರಹಸ್ಯವಾಗಿ ಇಟ್ಕೊಳ್ಳಿಕ್ಕೆ ಇವತ್ತು ಸಾಧ್ಯವಿಲ್ಲ. ನಮ್ಮ ಗೌರವಾಧ್ಯಕ್ಷರಾಗಿದ್ದುಕೊಂಡು ನಮಗೆ ಮಾರ್ಗದರ್ಶನವನ್ನು ನೀಡಿ ನಮ್ಮ ಜಮಾತಿಗೆ ಉತ್ತಮ ಒಂದು ಆದರ್ಶವನ್ನ ತಂದುಕೊಟ್ಟಂತಹ ಕುಂಬೋಲ್ ಸೈಯದ್ ಕುಟುಂಬದ ಕಣ್ಮಣಿ ಸೈಯದ್ ಆಚಕ್ವಾಯ ತಂಗಲ್ ಕುಂಬೋಲ್ರವರು ನಮ್ಮ ನೇತೃತ್ವವನ್ನು ವಹಿಸ್ತಾ ಬರುತ್ತಿದ್ದಾರೆ. ಬಹುಮಾನ್ಯರಾದ ತಂಗಲ್ರವರು ನಮಗೆ ಮಾರ್ಗದರ್ಶಕರಾಗಿ ನಮ್ಮ ಈ ಜಮಾತಿನ ರೂವಾರಿಯಾಗಿ ನಿಂತಿದ್ದಾರೆ. ಬಹುಮಾನ್ಯರಾದ ತಂಗಲ್ರವರನ್ನ ಅವರ ಅನುಪಸ್ಥಿತಿಯಲ್ಲಿ ನಾನು ಬಹಳ ಆದರದಿಂದ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸುತ್ತೇನೆ. ಅದೇ ರೀತಿ ಈ ದಿನ ನಮ್ಮ ದುಆ ಕಾರ್ಯಕ್ರಮವನ್ನ ನೆರವೇರಿಸಲು ಆಧ್ಯಾತ್ಮಿಕ ನಾಯಕರು, ಸೂಫಿ ವರಿಯರು, ದಾರುಲ್ ಅಸರಿಯ ಸುರಿಬಯಲ್ ಇದರ ಅಧ್ಯಕ್ಷರು, ಎಲ್ಲಕ್ಕೂ ಮಿಗಿಲಾಗಿ ಸುಮಾರು 40-45 ವರ್ಷಗಳ ಹಿಂದೆ ಸಿಪಿ ಉಸ್ತಾದ್, ನಮ್ಮ ಮಂಜನಾಡಿ ಉಸ್ತಾದ್ ಮತ್ತು ಸುರಿಬಯಲ್ ಉಸ್ತಾದರ
ಶಿಷ್ಯರಾಗಿ ಇಲ್ಲಿ ಹಳೆ ವಿದ್ಯಾರ್ಥಿಯಾಗಿರುವಂತಹ ಮಹಮೂದ್ ಫೈಜಿ ವಾಲುಂಡೆ ಉಸ್ತಾದ್ರವರು ಈಗಾಗಲೇ ಆಗಮಿಸಿದ್ದಾರೆ. ಬಹುಮಾನ್ಯರಾದ ಉಸ್ತಾದ್ರನ್ನು ನಾನು ಬಹಳ ಆದರದಿಂದ ಹಾಗೂ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಈ ಉರುಸ್ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸುತ್ತೇನೆ. ಅದೇ ರೀತಿ ನಮ್ಮ ನೂರೆ ಅಜ್ಮೀರ್ ಆತ್ಮೀಯ ಮಜ್ಲಿಸ್ ಇದರ ರೂವಾರಿ ಹಾಗೂ ನಮ್ಮ ಇಂದಿನ ಮುಖ್ಯ ಪ್ರಭಾಷಣಗಾರರು ಆಗಿರುವಂತಹ ವಲಿಯುದ್ದೀನ್ ಫೈಜಿ ನೂರೆ ಅಜ್ಮೀರಿ ಎಂದೇ ಖ್ಯಾತಿ ಪಡೆದಿರುವಂತಹ ವಲಿಯುದ್ದೀನ್ ಫೈಜಿ ಉಸ್ತಾದರು ಕೂಡ ಈ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. ಬಹುಮಾನ್ಯರಾದ ಉಸ್ತಾದರ ಆ ನೂರೆ ಅಜ್ಮೀರ್ ಮಜ್ಲಿಸ್ ದಿಕ್ರ್ ಕೇಳಿ ಅದೆಷ್ಟೋ ಜನ ತುಂಬಾ ಬದಲಾವಣೆಯನ್ನ ಕಂಡಿದ್ದಾರೆ. ಅದೆಷ್ಟೋ ಜನ ಚಿತ್ರ ನೋಡಿಕೊಂಡು ಕಾಲ ಕಳೆದಿದ್ದಂತವರು ಇವತ್ತು ದಿಕ್ರ್ ಹೇಳುವಂತಹ ಪರಿಸ್ಥಿತಿಗೆ ಬಂದು ನಿಂತದ್ದು ಬಹಳ ಸಂತೋಷದ ವಿಷಯ. ನಾನು ಚೆಲ್ಲಿಕೊಳ್ಳಾಂ, ನೀವು ಚೆಲ್ಲಿಕೊಳ್ಳಿ ಅಂತ ಹೇಳಿ ಎಲ್ಲ ಮನೆಯಲ್ಲೂ ಹೆಸರುವಾಸಿಯಾಗಿರುವಂತಹ ಬಹುಮಾನ್ಯರಾದ ಉಸ್ತಾದ್ರನ್ನ ಅವರು ಯಾವಾಗಲೂ ಹೇಳ್ತಾರೆ, ನಾನು ಒಬ್ಬ ಸಾಮಾನ್ಯ ವ್ಯಕ್ತಿ ಅಂತೇಳಿ ಅವರು ತನ್ನ ಸರಳತೆಯ ಒಂದು ವಿಚಾರವನ್ನು ಎಲ್ಲರ ಮುಂದಿಡುತ್ತಿದ್ದಾರೆ. ಬಹುಮಾನ್ಯರಾದ ಉಸ್ತಾದ್ರನ್ನು ನಾನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಹಳ ಆದರದಿಂದ ಬಹಳ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತಿಸುತ್ತೇನೆ. ನಮ್ಮ ಮೊದಲಿಸರಾದಂತಹ ಅಹಮದ್ ಬಾಕವಿ ಉಸ್ತಾದರು ನಮ್ಮ ಈ ಜಮಾತನ್ನ ತುಂಬಾ ಮುತಾಲಿಮರೊಂದಿಗೆ ಈ ನಡೆಸಿಕೊಂಡು ಬರ್ತಾ ಇದ್ದಾರೆ. ಬಹಳ ಸೊಗಸಾಗಿ ಅಚ್ಚುಕಟ್ಟಾಗಿ ಈ ಕೆಲಸವನ್ನ ನಿರ್ವಹಿಸುತ್ತಿರುವ ಬಹುಮಾನ್ಯರಾದ ಉಸ್ತಾದರನ್ನು ನಾನು ಬಹಳ ಆತ್ಮೀಯವಾಗಿ ಬಹಳ ಆದರದಿಂದ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸುತ್ತೇನೆ. ಇನ್ನೊಂದು ವಿಚಾರ ನಾನು ಅವಾಗ ಹೇಳಿದೆ, ಯಾಕಂತ ಹೇಳಿದ್ರೆ ಯಾವುದೇ ವಿಷಯವನ್ನ ನಾವು ರಹಸ್ಯವಾಗಿ ಇಟ್ಕೊಳ್ಳಿಕ್ಕೆ ನನಗೆ ಸಾಧ್ಯ ಇಲ್ಲ. ಈ ಜಮಾತನ್ನ ಇಷ್ಟೊಂದು ಅಭಿವೃದ್ಧಿ ಪಥದೆಡೆಗೆ ತರುವಲ್ಲಿ ಪ್ರಧಾನ ಪಾತ್ರ ವಹಿಸಿರುವಂತ, ಯಾಕಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ಈಗಾಗಲೇ ಮಂಜನಾಡಿ ಕಾಂಪ್ಲೆಕ್ಸ್ 2 ಅಂತಸ್ತಿನ ಒಂದು ಕಟ್ಟಡವಾಗಿ ಸುದೃಢವಾಗಿ ನೆನಲಿಬೇಕಿದ್ರೆ ಅದು ಮಾತ್ರವಲ್ಲ, ಸುಮಾರು 30 ದಿನಗಳಲ್ಲಿ ಒಂದು ಸ್ಟ್ರಕ್ಚರ್ ರೆಡಿಯಾಗಿ ನಮ್ಮ ನುಸ್ರತ್ ಕಟ್ಟಡವು ಎದ್ದು ನಿಲ್ಲಬೇಕಿದ್ದರೆ ಅದರ ಹಿಂದೆ ಅಸಾಧಾರಣ ಶ್ರಮವಿದೆ. ಆ ಶ್ರಮ ಮಾತ್ರವಲ್ಲ, ಇವತ್ತು ನಾನು ಈ ರಹಸ್ಯ ಯಾಕೆ ಈ ನಮ್ಮ ಜಮಾತು ಇಷ್ಟೊಂದು ಮುಂದೆ ಬರುತ್ತಿದೆ, ಅಭಿವೃದ್ಧಿ ಆಗುತ್ತಿದೆ ಎಂಬುದರ ರಹಸ್ಯವನ್ನು ನಾನು ಇವತ್ತು ಬಿಚ್ಚಿಡಬೇಕಾಗ್ತದೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಯಾವುದೇ ಯುದ್ಧರಂಗದಲ್ಲಾಗ್ಲಿ, ಯಾವುದೇ ಪಂದ್ಯದಲ್ಲಾಗ್ಲಿ, ಒಂದು ಅಂತಾರಾಷ್ಟ್ರೀಯ ಪಂದ್ಯದಲ್ಲಾಗ್ಲಿ ಯಶಸ್ಸು ಗಳಿಸಬೇಕಿದ್ರೆ ಅದರ ಕ್ಯಾಪ್ಟನ್ ಅಥವಾ ಅದರ ಸೇನಾ നായക ബഹള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. വലിയുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ പരിപാടി കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നസീഹത്തും സമാപന ദുആയും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ലാസ്റ്റ് വരെ ഇരുന്ന് പരിപാടിയെ വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വലിയുദ്ദീൻ ഫൈസി ഉസ്താദിനെ പരിപാടിക്കായി എല്ലാ നിരക്കുള്ള ആദരവോടെ ക്ഷണിക്കുന്നു. ലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ദീനീ ചൈതന്യങ്ങളെ കൊണ്ട് പരിവർത്തനത്തിന്റെ പടപ്പാട്ടുമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅല അദ്ദുലുമാതി വൻ നൂർ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദരണീയരായ മഹത്തുക്കളായ മഹാന്മാരായ ഉസ്താദുമാർ, ശിഷ്യാഭിമന്യരായ ഫൈസി ഉസ്താദ് അവറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. ഈ പ്രായത്തിൽ ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? വന്നവരുണ്ടോ? വീട്ടിലുണ്ടാവും. നേരത്തെ ചപ്പാത്തിയും ഗുളിയും ഒക്കെ കഴിച്ച് കടന്നുറങ്ങിയിട്ടുണ്ടോ? ഉസ്താദ് അവറുകൾ ഈ മഹനീയമായ സദസ്സിൽ ഇരിക്കാൻ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകി മഹാനവറുകൾ. അല്ലാഹുവേ, ഒരുപാട് കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ദുആ ചെയ്തു തരാനും ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനും മഹാനായ ഉസ്താദ് അവറുകൾക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണേ പഠിച്ചോനെ, ആഫിയത്ത് കൊടുക്കണേ പഠിച്ചോനെ. ആമീൻ. അതുപോലെ തന്നെ
നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ വേദിയിലുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ, മഹാന്മാരായ ഉസ്താദുമാർ, അവരൊക്കെ മജ്ലിസിൽ ഇരിക്കുന്നത് എന്തെങ്കിലും ഇതിലൂടെ കിട്ടണമെന്ന്, അറിവ് ലഭിക്കണമെന്ന് കരുതിയിട്ടല്ല. അവരൊക്കെ മജ്ലിസിൽ ഇരിക്കുന്നത് ഈ വിശുദ്ധമായ മജ്ലിസിൽ ഒന്നിരിക്കണം. ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എല്ലാ ദിവസവും കണ്ണിയത്ത് ഉസ്താദിന്റെ ചാര, സയ്യിദ് ത്വഹ തങ്ങളുടെ ചാര, ഖാദി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും സൈനുദ്ദീൻ മുസ്ലിയാരുടെയും UM ബീരാൻ മുസ്ലിയാരുടെയും കണ്ണിയത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ ചാര എല്ലാ ദിവസവും പതിവായി നടക്കുന്ന ഒരു മഹനീയമായ മജ്ലിസ്. ആ മജ്ലിസിൽ ഇരിക്കണം, ദിക്ർ ചൊല്ലണം, ദുആ ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടെയാണ് ഇവിടെ ഉസ്താദുമാരൊക്കെ ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദുമാരുടെയൊക്കെ മൂന്നാമത്തെ തവണയാണ് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ തവണ. ഞാനൊരു ദിവസം ഇവിടെ നൂർ അജ്മീറിന്റെ മുമ്പായി പ്രഭാഷണത്തിന് വന്നിരുന്നു. അന്ന് ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ല അഗ്രഗണ്യന്മാരായ, നല്ല ബുദ്ധിശാലികളായ, നല്ല കഴിവുള്ള മുത്തഅല്ലിമീങ്ങളാണ് ഇവിടെ ഉള്ളത്. മുത്തഅല്ലിമീങ്ങളുടെ പവർ കണ്ടാൽ തന്നെ, കേട്ടാൽ തന്നെ തിരിയും ഇവിടത്തെ ഉസ്താദിന്റെ ജ്ഞാനത്തിന്റെ ആഴവും അളവും. വലിയ ജ്ഞാനിയും വലിയ അറിവിന്റെ ബഹറുമാണ് ഇവിടത്തെ അഭിവന്ദന ഉസ്താദ് അവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഇൽമിലും അവിടുത്തെ അമലിലും തഫഖുമിലും തഫ്ഹീമിലും പടച്ചോനെ നീ ബറക്കത്ത് ചൊരിഞ്ഞ് ദീർഘകാലം ഈ മഞ്ഞനാടിയുടെ മണ്ണിൽ ദർസ് നടത്താൻ ഉസ്താദിന് നീ തൗഫീഖ് കൊടുക്കണേ പടച്ചോനെ, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹുവേ, ആമീൻ എന്ന് നമുക്ക് ദുആ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇവിടെയുള്ള കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളാണ്. അൽഹംദുലില്ലാ, പഴമ സൂക്ഷിച്ച് പള്ളി മനോഹരമായ അവസ്ഥയിൽ കൊണ്ടു നടക്കണം. സകല ഇടങ്ങളിലും ഹദ്ദാദ് റാത്തീബൊക്കെ എടുക്കപ്പെട്ടു പോയിരിക്കണം. അൽഹംദുലില്ലാ, ഇവിടെ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇമാം അവറുകൾ ബാക്കോട്ട് തിരിഞ്ഞു നിന്നാൽ ഫാത്തിഹ വിളിച്ചപ്പോ സന്തോഷം. ഹദ്ദാദ് റാത്തീബ് പതിവായിട്ട് ഇവിടെ നടക്കുന്നു. എല്ലാം പൂർവികരായ ആളുകൾ ചെയ്തു പോകുന്ന സകല അമലും അത് മുറിഞ്ഞു പോകാതെ ഇവിടെ നടക്കുന്നതിന്റെ പ്രധാനമായ കാരണം ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളാണ്. അവരുടെ വിശ്രമമില്ലാത്ത പരിശ്രമവും ഇതിന് നേതൃത്വം നൽകലും സഹായിക്കലും അല്ലാഹു എല്ലാ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്കും അല്ലാഹു ഖൈർ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ സെക്രട്ടറി, അദ്ദേഹം കറുത്ത ജുബ്ബയും കറുത്ത പൈജാമയും കറുത്ത തൊപ്പിയും, ഞാൻ നോക്കുമ്പോ കറുത്ത വാച്ചും കറുത്തതാണ്. മൂപ്പര് സ്വാഗതം പറഞ്ഞ പോയോ, തൊപ്പിയും കറുപ്പാണ്, ചെരുപ്പ് കറുപ്പാണോ നിനക്കറിയില്ല, അതും കറുപ്പാണോ? അതും കറുപ്പാണ്. കറുപ്പിന് സ്ഥാനക്കുറവൊന്നുമില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ നല്ല മനോഹരമായ സ്വാഗത ഭാഷണം, അതുപോലെ തന്നെ ഇവിടത്തെ അധ്യക്ഷൻ, എനിക്ക് ആദ്യേ അറിയുന്ന ആളാണ് ഇവിടത്തെ അധ്യക്ഷൻ. മൂപ്പര് ഞാൻ ഇവിടെ ഡേറ്റ് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് 23-ാം തീയതി ഇവിടെ ഒരു ഉസ്താദ് അവറുകൾ എൻ്റെ പള്ളിയിൽ വന്ന് ഞാൻ ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ വാഹനത്തിൽ കയറി എന്നോട് പറഞ്ഞു 23-ാം തീയതി ഏൽക്കണം. ഞാൻ പറഞ്ഞു യമാനോട് പറഞ്ഞാളി. മൂപ്പര് അതൊരു ഉറപ്പായി അംഗീകരിച്ച് 23-ാം തീയതിയിലേക്ക് മൂപ്പര് ഉറപ്പിച്ചു. മൂപ്പരത് ഉറപ്പിച്ചു 23-ാം തീയതി. പിന്നെ എനിക്ക് വിളിച്ചിട്ട് പറയാണ് 23-ാം തീയതി ആയിട്ട് അവിടെ 23-ാം തീയതി ഡയറിയിൽ വണ്ടൂരാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു, അന്വേഷിച്ചു. സാധാരണ മഹല്ലത്തുകാർ ചെയ്യാറുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ കേട്ടൂടെ, നിങ്ങൾക്ക് അങ്ങനെ ആക്കിയൂടെ, നിങ്ങൾ എന്താ പറഞ്ഞത് കേൾക്കാത്തത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഫിത്തിനാക്കലാണ്. അൽഹംദുലില്ലാ, മാന്യമായ ഇടപെട്ടു ഇവിടുത്തെ പ്രസിഡന്റ്, പക്വതയുള്ള ഇടപെടലുകൾ. സാദിന് എന്നാണ് ഒഴിവ്? ഞാൻ പറഞ്ഞു 20-ാം തീയതി ഒഴിവുണ്ട്, 21-ാം തീയതി എനിക്ക് വടകരയാണ്. എന്നാൽ ആയിക്കോട്ടെ ഉസ്താദേ, 20-ാം തീയതി.
അതായത് അദ്ദേഹത്തിനും കമ്മിറ്റി ഭാരവാഹികൾക്കും ഇതിന്റെ നടത്തിപ്പുകാർക്കും ഈ മജ്‌ലിസ് ഇവിടെ വേണം എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അൽഹംദുലില്ലാഹ്, പക്വമായ തീരുമാനമെടുക്കാനുള്ള ത്രാണിയുള്ള കമ്മിറ്റി ഭാരവാഹികളാണ് ഇവിടെ ഉള്ളത്. വിശിഷ്യ നമ്മുടെ പ്രസിഡന്റ് സാഹിബ്, അധ്യക്ഷൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ മൈസൂർ ബാവ എന്ന അദ്ദേഹത്തിന് പറയാം അല്ലേ, അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചൊന്ന് സ്വീകരിക്കട്ടെ. ദീർഘകാലം ഈ നാടിന് സേവനം ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഉമ്മാന്റെ പേരിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, ഉമ്മാന്റെ പേരിൽ. ഈ സംബന്ധമായ രോഗികൾ എത്ര പേരെന്നറിയോ? തലമൂർത്താവ് മുതൽ കാലിന്റെ അടിഭാഗം വരെ പലതരത്തിലുമുള്ള രോഗത്തിനാൽ വിഷമിക്കുന്നവർ. എൻ്റെ നാട്ടില് എൻ്റെ സുഹൃത്തായ ഒരു ഹുദവി, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. 2 ഇരട്ട കുട്ടികളായിരുന്നു ആദ്യം സ്കാനിങ്ങിൽ കണ്ടത്. പിന്നെ 3 കുട്ടികളുണ്ട് പറഞ്ഞു. പിന്നെ സ്കാനിങ് എടുത്തപ്പോൾ 3 കുട്ടികളില്ല, 2 കുട്ടികളും ഒരു മുഴയുമാണ്. വലിയൊരു മുഴ വളരെ ഗർഭപാത്രത്തിൽ. പിന്നെ അത് 5-ാം മാസത്തിൽ സ്കാനിങ് എടുത്തു നോക്കുമ്പോൾ ആ മുഴ വലുതായി വന്നിട്ടുണ്ട്. 2ാമത്തെ കുട്ടിയുടെ അവയവങ്ങളൊക്കെ ഈ മുഴ കാരണമായി ദ്രവിച്ചു പോയിട്ടുണ്ട്. 3ാമത്തെ കുട്ടിക്ക് പ്രയാസം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് അവരുടെ വിഷമം എത്രയാണ്. പഠിച്ചോനെ ശിഫ കൊടുക്കണേ, പഠിച്ചോനെ ആ കുഞ്ഞനെയും ആ കുട്ടിയെയും ആ ഉമ്മയെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ചവർ, ചെറിയ ചെറിയ കുഞ്ഞു പൈതം മക്കളൊക്കെ ക്യാൻസർ രോഗം. മിഞ്ഞാന്ന് വായക്കാട്ടേക്ക് വന്നൊരു സഹോദരൻ, ചെറിയൊരു കുട്ടിയുണ്ട്, 4 വയസ്സായ കുട്ടി. ആ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസർ 4 വയസ്സേ ആ കുട്ടിക്കുള്ളൂ. വേറൊരു ഉമ്മ, ആ ഉമ്മക്കും മകനും ക്യാൻസറാണ്. ഉമ്മക്ക് ഏകദേശം 38 വയസ്സ്. ആ ഉമ്മയുടെ ഏറ്റവും ചെറിയ മകനുണ്ട് 9 വയസ്സ്. ആ കുട്ടിക്കും ക്യാൻസറാണ്. ഞാൻ വെറുതെ പറയല്ല, മഹാനായ സയ്യിദ് അവറുകളുടെ മുമ്പിന്ന് അവരുടെ രോഗം മാറണമെന്ന് കരുതിയിട്ട് പറയാണ്. ആ ഉമ്മക്ക് ക്യാൻസർ വന്ന് 4ാം സ്റ്റേജും കടന്നുപോയിട്ടുണ്ട്. ഈ കുട്ടി ഐസിയുലാണ്. ഉമ്മാനെ ഡോക്ടർമാരൊക്കെ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇനിയുള്ളതും ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, പേരമക്കള്, അവിടുത്തെ സ്വഹാബത്ത്, വിശിഷ്യ മുഹാജിരിങ്ങളായ സ്വഹാബിമാർ, അൻസാരിങ്ങളായ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ അവിടുത്തെ ശുഹദാക്കന്മാർ, വിശിഷ്യ ബദർ ശുഹദാക്കന്മാർ,
റളിയല്ലാഹു അൻഹും ബദർ ശുഹദാക്കന്മാരുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ ഷഹീദായ 14 ശുഹദാക്കന്മാരുണ്ട്. വിശിഷ്യ ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, മിഖ്ജദ് ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഫ്വാൻ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു, ദുശ്ശിമാലൈനി റളിയല്ലാഹു അൻഹു, ആഖിൽ ബിൻ ബുഖൈർ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഖൈതമ റളിയല്ലാഹു അൻഹു, മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു, യസീദ് ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു, റാഫിഅ് ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇവരുടെ കത്തിരു ഹദറത്തിലേക്കും ഇവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഈ വിശുദ്ധമായ മജ്ലിസിൽ ഇരിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞു പൈതം മക്കളടക്കം എല്ലാവരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നീക്കി തരുകയും ഹലാലായ സകല മുറാദും നീ ഹാസിലാക്കി തരണം അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനിയുള്ളത് മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, മശായിഖന്മാർ, ഇവരുടെ പേരിൽ ഫാത്തിഹ ഓതണം. വിശിഷ്യ ഔലിയാക്കന്മാരുടെ നേതാവ് മഹാനാകുന്ന ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ദർഗാ ശരീഫിൽ അന്തി ഉറങ്ങുന്ന സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ ഉസ്താദായ നിരവധി ആലിമീങ്ങളുടെ ഉസ്താദ്, നിരവധി മഹാന്മാരുടെ ഉസ്താദ് മഹാനാകുന്ന സയ്യിദ് ഉസ്മാനുൽ ഖാറൂനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ മകനായ സയ്യിദ് ഫഖറുദ്ദീൻ സർവാർ ഷരീഫ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ ഖലീഫമാരായ കഞ്ചു ശക്കർ ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന സയ്യിദ് ഖുത്ബുദ്ദീൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ശക്കർ ബാബ ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ്, ഇവരുടെ കത്തിർ ഹദറത്തിലേക്ക് ഇവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഈ വിശുദ്ധമായ മജ്ലിസ് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞു പൈതം മക്കളടക്കം എല്ലാവരുടെയും വിഷമങ്ങൾ നീക്കി എല്ലാവർക്കും നീ സലാമത്ത് നൽകണം അല്ലാഹ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനിയുള്ളത്